DMH മാനേജ്മെൻറ്റുമായിട്ട് ഇപ്പോൾ ഒരു ചർച്ച നടത്തി. കേരള പോലീസും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് അബീത്തിൻ്റെ ഒക്കെ ഒരു ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. അതൊരു പോസിറ്റീവായിട്ട് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ പോസിറ്റീവായി ഡോക്ടർ അനന്ത് മോഹൻ പൈ ഇവിടുത്തെ CEO-യുമായിട്ടാണ് ചർച്ച. നമ്മുടെ ആവശ്യങ്ങൾ 1333 രൂപ എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്നുള്ളത് നമ്മൾ അവരോട് ഉന്നയിച്ചു. അവർ പറഞ്ഞൊരു കാര്യം അവരുടെ സംഘടനയുടെ ഒരു തടസ്സമാണ്, അല്ലെങ്കിൽ അവരുടെ ഇടപെടലാണ് ഇപ്പോൾ ചർച്ചകൾക്ക് ഇല്ലാതിരിക്കാൻ കാരണം. അപ്പോൾ ചർച്ച സംഘടനയുമായി ചെയ്താൽ അവരെന്തും അംഗീകരിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതിൻ്റെ പ്രതിസന്ധികൾ, കാരണം ഇപ്പോൾ ഏകദേശം 343 ആശുപത്രികൾ ഇപ്പോൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു. ഇവരെല്ലാം അവരുടെ ഭാഗമായിരുന്നു. പക്ഷേ സമരം രോഗികളെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയെ ആകെ ബാധിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഒരു പോസിറ്റീവായിട്ട് ചർച്ചയെ കാണാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മളുമായിട്ടൊരു നെഗോസിയേഷന് എത്താം എന്നുള്ള ഒരു ഉറപ്പ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ പോസിറ്റീവായി കാണാൻ സംഘടന ആഗ്രഹിക്കും. അല്ല, സംഘടന വർദ്ധിപ്പിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുദ്രാവാക്യമാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. അവരുടെ സംഘടനയുടെ ഒരു തടസ്സമാണ് അവർ പറഞ്ഞുള്ളത്. അപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് അവർ ഉടൻ വരാം. അല്ല, ഇതൊരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം നടന്നത് ഓൾറെഡി ആ തീരുമാനം അവർ മരവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഹോസ്റ്റലിലേക്ക് കുട്ടികളെ കയറാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളൊരു പോസിറ്റീവായി കാണുന്നു. ഇപ്പോൾ അവർ പറഞ്ഞത് ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ എല്ലാ റെക്കമെൻഡേഷനും അവരുടെ ബോർഡുമായിട്ടും, കാരണം ഇതൊരു വലിയ ഗ്രൂപ്പാണ്, അപ്പോൾ അവർക്ക് മുകളിലത്തെ ബോർഡുകളിൽ നിന്നൊക്കെ പെർമിഷൻ എടുക്കണം. അത് കഴിഞ്ഞ ശേഷം ഉടൻ അവർ ബന്ധപ്പെടാമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചത്. നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ പറഞ്ഞ സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ എല്ലാ കാര്യമാണ്. അപ്പോൾ ഇവിടെ മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിൽ 490 ആശുപത്രികളിലാണ് നമ്മുടെ സമരം നടന്നത്. ഇപ്പോൾ 343 ആശുപത്രികൾ സമരം പിൻവലിച്ചു. കാരണം ഈ ശമ്പളം നൽകേണ്ടത് അതാത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ അതാത് മാനേജ്മെൻറ്റിൽ കരാർ ഒപ്പിട്ട്, ഇപ്പോൾ നമ്മൾ കരാർ ഒപ്പിട്ടൊക്കെ April 1 മുതൽ ശമ്പളം കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ആവശ്യം 1333 രൂപ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് നഴ്സുമാർക്ക് 1333 രൂപ, മറ്റു ജീവനക്കാർക്ക് അതിനനുസരിച്ചുള്ള ഒരു ശമ്പള വർധനവ് ആ രീതിയിൽ കൊടുക്കും. അപ്പം അവരതൊന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരാമെന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, സമരം തുടരുകയും ചെയ്യും. കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ട് കിട്ടുന്നവരെ നമ്മളെ സംബന്ധിച്ചിട്ട് 5 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടോ ഈ ശമ്പളം കിട്ടിയിട്ട് കാര്യമില്ല. ഇന്നത്തെ ജീവിത ചെലവിനനുസരിച്ചുള്ള ഒരു ശമ്പള മാറ്റമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഒപ്പിടുന്ന മുറയ്ക്ക് അത്തരം സ്ഥാപനങ്ങളെ സമരത്തിന് ഒഴിവാക്കിക്കൊണ്ട് ഇത് നൽകാത്ത ആശുപത്രികളുടെ സമരം ശക്തമായി തുടങ്ങും. സമരത്തിലേക്ക് വരുമ്പോൾ 2 തരത്തിലുള്ള ആവശ്യങ്ങളായിരുന്നു. ഒന്ന് പൊതുവെ നഴ്സുമാരുടെ എല്ലാ ആവശ്യങ്ങളും, 2 ഇവിടുന്ന് പിരിച്ചുവിടപ്പെട്ടവരുടെ കാര്യത്തിൽ തീരുമാനമായി. അല്ല, പിരിച്ചുവിട്ട ആ തീരുമാനം ഒരു ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ അത് സമരത്തിന് ശേഷം ഉണ്ടായതാണ്. ഇവിടെ എപ്പോഴും സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ആശുപത്രി നടപടി എടുക്കും. അത് സമരത്തിൻ്റെ സെറ്റിൽമെൻറ്റ് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാറുണ്ട്. അപ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കാരണം അന്വേഷണമോ നടപടികളോ ഇതൊന്നും 2011 മുതൽ 15 വർഷമായിട്ട് നമ്മൾ കണ്ട് എവിടെയും സമരത്തിന് നടപടിയെടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അതൊക്കെ സെറ്റിൽ ചെയ്ത് പോകും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറാവുക, കരാർ ഒപ്പിടുക, ഞങ്ങളുടെ ജീവനക്കാരുടെ കാര്യത്തിൽ അവർക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു മാറ്റമുണ്ടാകുക ലൈഫിൽ. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകും. ശേഷം നാളെ രാവിലെ വീണ്ടും സമരം ആരംഭിക്കും. കളക്ടറേറ്റിന് മുന്നിലാണ് നമ്മൾ. കാരണം എന്ന് വെച്ചാൽ എല്ലാ ആശുപത്രിയിൽ നിന്നുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുചേരുക എന്നുള്ളതാണ് ഞങ്ങൾ.